വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തിരുവനന്തപുരം ചെമ്പകമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അടിപൊളി ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ്. ഈ ഒരു വീട് നൗഫൽ സാറിൻ്റെയും ഫാമിലിയുടേതുമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീട് ഫുള്ളായിട്ട് റിനോവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു വീടും കാർ പോർച്ച്, ഇൻ്റർലോക്ക്, അങ്ങനെ എല്ലാം എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 37 lakhs ആണ്. അതായത് നമ്മുടെ വീടിൻ്റെ പഴയ ഫോട്ടോ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. സ്ട്രക്ചറിലും കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ബാക്കി ഫുൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ റിനോവേഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ റിനോവേഷനും ബാക്കി എല്ലാ വർക്ക്സും ചെയ്തിരിക്കുന്നത് ഐക്രേവ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളോട്ട് പോകാം. വെൽക്കം ടു അവർ ചാനൽ. ഓട്ടോമേറ്റഡ് ഗേറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് 47 സെൻറ്റ് പ്ലോട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഫ്രണ്ടിലായിട്ട് ഫുള്ളായിട്ട് ഇൻ്റർലോക്കിംഗ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, ഇതാ വിശാലമായൊരു കാർ പോർച്ചാണ് വന്നിരിക്കുന്നത്. 22x30 സൈസിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലെഗ്സ് കൊടുത്തിരിക്കുന്ന നോക്കിയ നല്ലൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ്സിലാണ് 6x6 ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് റോസിങ് ഷീറ്റ് തന്നെയാണ്. എന്നിട്ട് താഴെ ഫോൾ സീലിങ്ങും അതിന് ലൈറ്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരേ സമയത്ത് 3 വലിയ കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് നല്ല അടിപൊളി ഒരു കാർ പോർച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ 2 സൈഡിലായിട്ടും ജാളി വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വെറും ഫോൾസ് വോളാണ് കേട്ടോ. നമുക്ക് ആ ഒരു വീടിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൾസ് വോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടിലും ജാളി വർക്കും കൂടെ കൊടുത്തപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് തന്നെ നല്ല മാറിയിട്ടുണ്ട്. ഇവിടെ വീടിന് ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ട് തന്നെയാണ്. മെയിൻ ഡോറ് ഡബിൾ ഡോർ ആണ്. സ്റ്റീൽ ഡോർസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ലിവിങ് ഹാൾ. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കോർണർ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റും ലൂവേഴ്സും അതുപോലെ മറൈൻ പ്ലൈയിലാണ് ഈ ഒരു ബാക്ക് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. താഴെയായിട്ട് സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു ഡൈനിങ് ടേബിളും ചെയർസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് ഇവിടുത്തെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു വാഷ് യൂണിറ്റിൻ്റെ ഭാഗത്തായിട്ട് ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ സിംബോളോഡ് ടൈൽസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിലായിട്ടൊരു ചെറിയ ഫാമിലി ലിവിങ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു TV യൂണിറ്റും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ബാക്കിൽ പാനലിംഗ് ആയിട്ട് ലൂവേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്.
നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കിച്ചണാണ്. അതിന് മുന്നേ ഈ ഒരു വാഷ് കൗണ്ടറിൽ നിന്ന് ഈ ഒരു ലൂവേഴ്സ് ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. എന്നിട്ട് ഇവിടെ ഒരു ഹിഡൻ ഡോറ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു സ്റ്റോർ റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ആണ് ഇവിടുത്തെ മെയിൻ കിച്ചൺ. ഇത് കൂടാതെ ഒരു വർക്കിംഗ് കിച്ചനും ഇവിടെ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടാതെ നമുക്കൊരു എക്സ്ട്രാ കിച്ചൺ കൂടി വരുന്നുണ്ട്, അതും കൂടി കാണാം. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനൊരു കിച്ചൺ കൂടി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്കിംഗ് കിച്ചണാണിത്. പിന്നെ ഇത് കൂടാതെ ഈ ഒരു സൈഡിലായിട്ടൊരു കോമൺ ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂംസ് ആണ് വരുന്നത്, അതുകൂടി കാണാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 382/477 ആണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 530/300 ആണ്. ഇനി നമുക്ക് മുകളിലത്തെ സ്പേസ് ഒക്കെ ഒന്ന് നോക്കാം. മുകളിൽ ഒരു ബെഡ്റൂമും പിന്നെ ബാൽക്കണി അതുപോലെ ഒരു ടെറസ് പോർഷനും ആണ് വരുന്നത്. നമ്മൾ കയറുന്ന ഒരു ലാൻഡിംഗ് പോർഷനിലെ ഭാഗത്തായിട്ട് ഇവിടെ വോളിൽ പർഗോളാസ് കൊടുത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് മുകളിലത്തെ ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ഹിഡൻ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലായിട്ട് വിശാലമായൊരു ഡ്രസ്സിങ് സ്പേസ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിനോട് ചേർന്ന് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് ഏരിയ ആണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു മിറർ വന്നിരിക്കുന്നു. ഇവിടെ അത്യാവശ്യം നമുക്ക് ഒരുങ്ങാനുള്ള സാധനങ്ങൾ വെക്കാനുള്ളൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശാലമായ ഡ്രസ്സിങ് സ്പേസ് വാർഡ്രോബ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല എന്താ ഈ ഒരു പോർഷനിൽ കൂടി നമുക്കിങ്ങനെ യൂസ്ഡ് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ടും ഹാങ്കേഴ്സൊക്കെ കൂടിയിട്ടൊരു സ്പേസ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്കിതാ ഈ ഒരു സൈഡിലായിട്ടൊരു വർക്കിംഗ് സ്പേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറും വരുന്നത്. ഇതുകൂടാതെ മുകളിലൊരു ടെറസ് പോർഷൻ കൂടി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇതൊരു റിനോവേറ്റഡ് ഹോം ആയിരുന്നു. 37 ലക്ഷം രൂപയ്ക്ക് വീട്, ഇൻറ്റീരിയർ, അതുപോലെ കാർ പോർച്ച്,
ഇൻ്റർലോക്ക് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള കോസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. ഈ ഒരു വീടിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ഐക്രേവ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ വീട് പണി നടക്കുന്നവർക്കും വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് റിനോവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കൊരു വീട് കണ്ടിട്ട് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ ഒരു വീട് പണി നടക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.